100 days ചലഞ്ചിൻ്റെ സെക്കൻഡ് ഡേ ആണ് വർക്കൗട്ടിൽ നിന്ന്. നമ്മളിന്ന് ചെസ്റ്റും ട്രൈസെപ്സും ആണ് ചെയ്യാൻ പോകുന്നത്. ചെസ്റ്റിനൊരു 6 വർക്കൗട്ടും ട്രൈസിനൊരു 5 വർക്കൗട്ടുമാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് പുഷപ്പാണ് അടിക്കേണ്ടത്. പുഷപ്പ് എന്ത് ചെയ്യും, ബിഗിനറായിട്ടുള്ളവരും 3 സെറ്റ് അടിക്കുക, ഇൻ്റർമീഡിയറ്റ് ഉള്ളവർ 4 സെറ്റ് അടിക്കുക, മാക്സിമം കൗണ്ട് ചെയ്യുക 3 സെറ്റ് അല്ലെങ്കിൽ 4 സെറ്റിലോട്ട് പോവുക. ഇൻ്റർമീഡിയറ്റ് ഉള്ളവർ 4 സെറ്റ് പോവുക. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ചെറുതായിട്ട് പമ്പാവും. സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ സീറ്റഡ് ചെസ്റ്റ് പ്രസ് മെഷീനാണ്. അത് 4 സെറ്റ് കംപ്ലീറ്റ് ചെയ്യണം. 10 to 50 റെപ്സ് ആയിരിക്കണം ഓരോ സെറ്റും. മാക്സിമം ക്ലോസ് ടു ഫെയിലിയർ. കോൺസെൻട്രേറ്റ് ചെയ്ത് അടിക്കുകയും വേണം. ഇതെല്ലാന്നുണ്ടെങ്കിൽ ബാർബിൾ ബാറിലും ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഡംബൽ ഫ്ലൈ ആണ് അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡംബൽ ഫ്ലൈ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ അതിനുള്ളത് കിട്ടത്തുള്ളൂ. കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ലോലി ഇറക്കുക. ലൈറ്റ് വെയിറ്റ് ആയിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പം ഡംബൽ ഫ്ലൈ കഴിയും. ഡംബൽ ഫ്ലൈ ആണ് മൂന്നാമത്തെ പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് ആണ്. സ്മിത്ത് മെഷീനിലും ചെയ്യാം, നോർമലിലും ചെയ്യാൻ പറ്റുന്നതാണ്. അതും മാക്സിമം ക്ലോസ് ടു ഫെയിലിയർ ആയിരിക്കണം എല്ലാ സെറ്റും അടിക്കേണ്ടത്. ലൈറ്റ് വെയിറ്റ് അടിക്കുന്നവർ ലൈറ്റ് വെയിറ്റ് അടിക്കുക, അഡ്വാൻസ്ഡ് അടിക്കുന്നവർ അഡ്വാൻസ്ഡ് ആയിട്ട് അടിക്കുക. 4 സെറ്റെങ്കിലും അടിക്കുക. ബിഗിനേഴ്സ് 3 സെറ്റ് നോക്കുക. അത് കഴിഞ്ഞ് സീറ്റഡ് മെഷീൻ ഫ്ലൈ ആണ് വർക്കൗട്ടിനുള്ളത്. അതാണ് നമ്മുടെ 5ാമത്തെ വർക്കൗട്ട്, സീറ്റഡ് മെഷീൻ ഫ്ലൈ. അതും ഇതുപോലെ തന്നെ 3 സെറ്റ് 10 മുതൽ 15 റെപ്പ് വരെ. അത് കഴിഞ്ഞ് ലാസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ് കേബിൾ ക്രോസ് ഓവർ. 3 സെറ്റ് 10 മുതൽ 15 വരെ സെറ്റാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അത് മാക്സിമം ക്ലോസ് ടു ഫെയിലിയർ ആയിരിക്കണം. കോൺസെൻട്രേറ്റ് ചെയ്യണം, എന്നാലേ ചെസ്റ്റിന് പമ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് ട്രൈസെപ്സിൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട്. ഹൈലി പുൾ ഓവർഹെഡ് ട്രൈസെപ്സ് എക്സ്റ്റൻഷനാണ് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ വർക്കൗട്ട്. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിൾ ഓവർഹെഡ് ട്രൈസെപ്സ് എക്സ്റ്റൻഷനാണ്. അതും മെഷീനിൽ തന്നെയാണ് ചെയ്യുന്നത്. അത് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. ആ മസിൽ ഗ്രൂപ്പിനെ മാക്സിമം ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ചെയ്യുക. 3 സെറ്റ് മുതൽ 3 സെറ്റ് 10 മുതൽ 15 വരെ. അത് കഴിഞ്ഞ് ബെഞ്ച് ട്രൈസെപ്സ് എക്സ്റ്റൻഷനാണ്. ഒന്നെങ്കിൽ ബെഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്മിത്ത് മെഷീനെ ചെയ്യാം. അത് 3 സെറ്റാണ്, 10 മുതൽ 15 സെറ്റ് വരെ, 15 കൗണ്ട് വരെ. റിവേഴ്സ്, അത് കഴിഞ്ഞ് റിവേഴ്സ്. 4ാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ഗ്രിപ്പ് ട്രൈസെപ്സ് പുഷ് ഡൗൺ ആണ്. അതാണ് നമ്മുടെ 4ാമത്തെ പ്രോഗ്രാം. അത് ബാർ എടുക്കുമ്പോൾ തിരിച്ചു പിടിച്ചാണ് ക്രോസ് ചെയ്യേണ്ടത്. അപ്പോൾ അതും 10 മുതൽ 15 റെപ്പ് വരെ. ലാസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡംബൽ ഓവർഹെഡ് എക്സ്റ്റൻഷൻ ആണ്. അത് 10 മുതൽ 15 റെപ്പ് വരെയാണ് ചെയ്യേണ്ടത്. ഇതാണ് ലാസ്റ്റത്തെ പ്രോഗ്രാം ചെസ്റ്റിന്. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നമുക്ക് അടുത്ത ചലഞ്ചുമായിട്ട് കാണാം.